ഗുണ്ടുവേ ഗുണ്ടു പോയിട്ട് ഒന്നൊന്നര മണിക്കൂറായി. ഗുണ്ടു പോയി, മണിക്കൂറോളമായിട്ടും കാണാനില്ല. നല്ല മഴയത്ത് ഓടിക്കളഞ്ഞ്. അപ്പം നിങ്ങൾ ഈ വീട് ശ്രദ്ധിച്ചോണം, ഈ താഴെ ഇരിക്കുന്ന വീട്. അപ്പം സംഭവം ഇങ്ങനെയാണ്, രാവിലെ ചേട്ടനും പിള്ളേരും ഒക്കെ പോയതിന് ശേഷം ഞാൻ ഈ മീൻ വെട്ടി കഴിയിട്ട് അതിൻ്റെ വേസ്റ്റ് ഉണ്ടല്ലോ പൂച്ചയ്ക്ക് കൊടുക്കാനായിട്ട് പതുക്കെ ഗേറ്റ് തുറന്ന് അപ്പുറത്തായിട്ട് കൊണ്ട് വെക്കാനായിട്ട് പോയതും നല്ല മഴയുണ്ട്. ഇവ എന്തായാലും ചാടി വരില്ല എന്ന് കരുതി ഇവൻ സോഫയിൽ കിടന്ന് നന്നായിട്ട് ഉറങ്ങിയിരുന്നേ. അപ്പം ഞാനിങ്ങനെ ഗേറ്റ് തുറക്കുന്ന സൗണ്ട് കേട്ടത് ഇവ ഇറങ്ങി വന്നത് ഒത്തായിരുന്നു, ഒറ്റൊരോട്ടം. പിന്നെ ഇവൻ്റെ കൂടെ ഓടി 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 ഞാൻ നിങ്ങളെ കാണിച്ചു തന്നില്ലേ ആ വീട്, ആ താഴെ എത്തിയിട്ടിടാ നീ പോവല്ലടാന്ന് പറഞ്ഞിട്ടൊന്നും ഒരു രക്ഷയില്ല. ഇവൻ്റെ കൂടെ ഓടി, പക്ഷെ ഇവൻ തേരി ഒരോട്ട് ഓടിക്കളഞ്ഞു. അപ്പം ഇവൻ്റെ കൂടെ ഈ നിരപ്പായിട്ടുള്ള സ്ഥലമൊക്കെ ആയിരുന്നെങ്കിൽ ഞാൻ ഓടിയെത്തിയേനെ, പക്ഷേ ഇവ തേരി കയറി അങ്ങ് ഓടിക്കളഞ്ഞു. എന്നിട്ട് ഞാൻ തേരിയിൽ ഉയരം എൻ്റെ വീടാണ്, പഴയ നമ്മൾ പറമ്പില്ലേ, എൻ്റെ വീടും പറമ്പും വെള്ളയൊക്കെ ഉള്ള. അപ്പം അവിടെ എത്തി. അവിടെ ചെന്ന് ഞാൻ കൊണ്ടുപോയെന്ന് 4 വാക്കിന് വിളിച്ച് 1 മണിക്കൂർ കൂടുതൽ അവിടെ എല്ലായിടും നോക്കിയപ്പോഴേക്കും മഴ തുറ്റാൻ തുടങ്ങി. അപ്പോഴേക്കും ഞാൻ വിചാരിച്ചു ഇവ ഇനി എന്തായാലും എൻ്റെ അമ്മേരെ വീട്ടിലോ അല്ലെങ്കിൽ എൻ്റെ വീട്ടിലോ എത്തിക്കാണും. ഞാൻ ഈ തേരിയെല്ലാം കയറി അങ്ങ് എത്തിയപ്പോഴത്തന്നെ 10-15 മിനിറ്റ് എടുത്ത്. അപ്പോൾ ഇവ അങ്ങ് എൻ്റെ വീട്ടിലെത്തി കാണുമെന്ന് വിചാരിച്ച് ഞാൻ എൻ്റെ വീട്ടിൽ വന്നപ്പോൾ ഇല്ല. പിന്നെ ഞാൻ രാവിലെ എന്ന് വെച്ചാൽ രാവിലെ കാപ്പിയൊക്കെ പിള്ളേർക്ക് കൊടുത്തിട്ട്, മൂത്ത ആളുണ്ട് അവൾക്ക് വീട്ടിലുണ്ട്, പിന്നെ അവളെ എഴുപ്പിച്ച് ഞാൻ കാപ്പിയൊക്കെ കൊടുത്ത് ഞാൻ ഇപ്പോൾ വരും എന്ന് ഞാൻ അപ്പോഴാ മതിൻ്റെ അവിടെ ചെന്ന് നോക്കും, വരുന്നില്ല. പിന്നെ ഒരു അരമണിക്കൂറൊക്കെ ആയിട്ട് എനിക്ക് സമാധാനമില്ല. പിന്നെ ഞാൻ ഈ മഴയായതുകൊണ്ടാണ് വീണ്ടും പോകാൻ പറ്റാതായത്. പിന്നെ ഞാൻ മഴയൊന്നും നോക്കാതെ വീണ്ടും ഇറങ്ങി. എവിടെയെന്ന് പറഞ്ഞ് നോക്കും, എൻ്റെ വീട്ടിൽ പോയി. ഈ വെള്ളക്കെട്ടും വെള്ളവുമാണ്. നിങ്ങൾ ആരെങ്കിലും അന്വേഷിച്ചോ ഇത്രയും ദിവസം വീഡിയോ എന്തേ ഗുണ്ടുവിനെ കണ്ടോ, നിങ്ങൾ ആരും ചോദിച്ചോ? ഇങ്ങനെയൊക്കെ തന്നെ. പിന്നെ ഞാനും ശ്രീകുട്ടി റോഡോ എല്ലായിടവും ഹാണടിച്ചവൻ. ഈ ഹാണിൻ്റെ സൗണ്ടൊക്കെ കേട്ടാൽ എവിടെയെങ്കിലും ഉണ്ടാവുമെങ്കിൽ വരുമല്ലോ. എവളൊരു സൈഡിൽ പോയി, ഞാനൊരു സൈഡിൽ പോയി. അങ്ങനെ ഏകദേശം 12:30-1 മണിയായി രാവിലെ പോയ ഞങ്ങൾ എവനെയും തിരക്കി നടന്നപ്പോൾ ഇവിടെ വീട്ടിൽ വന്ന് ഞാൻ ശ്രീകുട്ടിയെ വിളിക്കുകയാണ്, നീ ഇങ്ങ് വാ, ഒരാളെ കാണിച്ചു തരാമെന്ന്. അങ്ങനെ ഞാൻ വീട്ടിലെത്തിയപ്പോൾ ആള് കുറേയൊക്കെ തുടച്ചുണക്കി സോഫയിലൊക്കെ ഇട്ട് ഈ കോലത്തിലെത്തിയിട്ടുണ്ട്. ഏതോ കുണ്ടിലോ കുഴിയിലോ ഒക്കെ വീണ് നല്ല ചെളി അടിച്ച് വന്നിട്ടുണ്ട്. ഇവനെ ഞാൻ എന്തോ ചെയ്യണം, നല്ല വിറയ്ക്കുന്നുമുണ്ട് സംഭവം. ഞാൻ ഇനി അവനെ എന്തോ ചെയ്യണം. ഞങ്ങൾ തളർന്ന് എല്ലായിടും ലോകം മൊത്തവും ഇവനെ ചുറ്റി നടന്ന് അപ്പോഴേക്കും അവൻ വീട്ടിൽ എത്തിയിട്ടുണ്ടായിരുന്നു. രാവിലെ ഒരു 9 മണി എന്തോ അവിടെ പോയവൻ. പിന്നെ ഞങ്ങൾ തിരിച്ചെത്തിയപ്പോൾ ആളിവിടെ ഉണ്ട് വീട്ടിനകത്ത്, സോഫയിൽ ഇങ്ങനെ പമ്മി കിടക്കുവാണ്. അപ്പോഴേക്കും മഴയൊക്കെ തോർന്നു, നല്ല വെട്ടവും വെളിച്ചവും ഒക്കെ ആയപ്പോഴാണ് അവൻ എത്തിയത്. ഒന്നീ മഴയത്ത് എവിടെയെങ്കിലും ഒതുങ്ങിയിരുന്നോ എന്നറിയത്തില്ല. സംഭവം ഉച്ച കഴിഞ്ഞപ്പോൾ ഞാൻ ഈ ലോകം മൊത്തവും കറങ്ങി നടന്നു. എൻ്റെ വീട്ടിലും കുറേ നേരം അവിടെ എല്ലായിടവും ചുറ്റി ഇറങ്ങിയപ്പോഴാണ് അവൻ വന്നത്. അവൻ വിറയ്ക്കുന്നുണ്ട്, രാവിലെ ഈ തണുപ്പുണ്ട്, ഇങ്ങനെ ഇങ്ങനെ വിറയ്ക്കുന്നുണ്ട് ആള്. ഇതാണ് ഇവൻ്റെ വിശ്വരൂപം, കണ്ടോളി. രാവിലെ വല്ല ആവശ്യമുണ്ടോ ചെളി ചെന്ന് ചാടാനായിട്ട്? ഉറക്കപ്പൈന്ന് ഇറങ്ങി ഓടാൻ ഞാൻ പറഞ്ഞാ നിൻ്റെ അടുത്ത്? നിനക്ക് ഏതെങ്കിലും ഡോഗിനെ കാണുമ്പോൾ ഇറങ്ങി ഓടാൻ ഞാൻ പറഞ്ഞാ? വെള്ളം വന്നാലേ കുളിപ്പിക്കാൻ പറ്റത്തുള്ളൂ, അല്ലെങ്കിൽ വല്ല തോട്ടിലും കൊണ്ടുപോയി കുളിപ്പിക്കാം തന്നെ. എൻ്റെ കൈയും കൂടി മാറണം. പിന്നെ ഷാമ്പു തീർന്നുപോയി കേട്ടോ, അവൻ്റെ ഷാമ്പു. അപ്പോൾ വെള്ളവും ഇപ്പം കറണ്ടും ഇല്ല, മഴയൊക്കെ ആയതുകൊണ്ട് വെള്ളവും ഇല്ലായിരുന്നു. പിന്നെ ഞാൻ പോയി മോട്ടറൊക്കെ അടിച്ചിട്ട് വന്ന്. പിന്നെ ആദ്യം ഒന്ന് അവനെ തണുക്കാതിരിക്കാൻ കുറച്ചങ്ങ് തുടച്ചൊക്കെ കൊടുത്തു കേട്ടോ. ഫുള്ള് ചെളിയെന്ന് വെച്ചാൽ എവിടെ ചെന്ന് ചാടിയോ, എവിടെയോ പെട്ടുപോയെന്ന് മനസ്സിലായി. ഇത്രയും മണിക്കൂറോളം ഞങ്ങളെല്ലാം തീറ്റിച്ചിട്ട് വന്നിരിക്കണ നോക്കൂ നിഷ്കളങ്കനായിട്ട്. എന്തിനാണ് വിളിക്കണേ നീ? ഇതൊക്കെ ഇതെന്തിനാണ്? ഞാൻ ഇതുപോലെ വിഷമിച്ച വേറെ ദിവസമില്ല. കാരണം ഇവനെ ഇന്നേ വരെ അവരുടെ കൂടെ ഓടി അവനെയും കൊണ്ടേ വന്നിട്ടുള്ളൂ തിരിച്ച്. പക്ഷെ ആദ്യമായിട്ടാണ് അവൻ്റെ കൈവിട്ട് പോകുന്നത്.
ഇങ്ങനത്തെ ഈ കോലത്തിൽ വരുന്നതും. എൻ്റെ ജീവിതത്തിൽ ഞാൻ നല്ല ഭയന്നു പോയി. പല ഡോഗുകളും ഇങ്ങനെ കാണാതായെന്നൊക്കെ പറഞ്ഞതുപോലെ ഞാൻ വീട്ടിൽ വന്നിട്ട് ഒരു അരമണിക്കൂർ അവനെ നോക്കി, മഴയായതുകൊണ്ട്. പിന്നെ മഴയത്ത് ഞാൻ എല്ലായിടവും പോയി. മഴയെല്ലാം തോർന്നു ഞാൻ എൻ്റെ വീട്ടിൽ, അച്ഛൻ്റെ വീട്ടിൽ പോയി അവിടെ നിന്ന് കുറേ നേരം. അങ്ങനെയൊക്കെ കൂട്ടപ്പ് ജംഗ്ഷനും എല്ലായിടവും പോയി. പിന്നെ ഇപ്പം ഞാൻ ഹാപ്പി ആയിട്ട് സംസാരിക്കണം. പക്ഷെ എൻ്റെ ആ ദിവസം, ഇത് 2-3 ദിവസമായി വീഡിയോ എഡിറ്റ് ചെയ്യാൻ പോലും അന്നത്തെ ഒരു അവസ്ഥയിൽ എനിക്ക് എഡിറ്റ് ചെയ്യാൻ പോലും പറ്റിയില്ല. പിന്നെ ഞാൻ വീഡിയോ ഒന്നും 1-2 പ്രാവശ്യം ഞാൻ ഈ 3 റൗണ്ട് പോയപ്പോഴാണ് കയ്യിൽ ഫോണും കൂടി എടുത്ത് എവിടെയും കാണെങ്കിൽ അപ്പം സ്പോട്ടിൽ എടുക്കാമെന്ന് വിചാരിച്ചിട്ട്. പക്ഷേ ഒരിടവും കയ്യിൽ കിട്ടിയില്ല. പിന്നെ വീട്ടിലുണ്ടായിരുന്നു. വന്നപ്പം കണ്ടത് എൻ്റെ ഒരു ഭാഗ്യം. ഞാനും എൻ്റെ ശ്രീക്കുട്ടി ഇനി പോകാനിട ഒന്നുമില്ല. അവൻ്റെ ഈ ഇരിപ്പ് കണ്ടാൽ അടിക്കാനും തോന്നുന്നില്ല. പക്ഷേ എന്ത് ചെയ്യാൻ, എൻ്റെ ഒരവസ്ഥ നിങ്ങൾ മനസ്സിലാക്കണം. നിങ്ങൾ ആരെങ്കിലും അവനെക്കുറിച്ച് അന്വേഷിച്ചോ? എന്തിനാ എന്നെ വിട്ട് ഓടിപ്പോയത്? പിന്നെ തണുപ്പല്ലേ? ഇത് മാറിയില്ല ഇതുവരെ, ഉണങ്ങിയല്ല. ചകിരി വെച്ചിട്ട് തേച്ചോടമ്മ. ഞാൻ പോയി ചകിരി എടുത്തിട്ട് വരാം. വെയിറ്റ് പറയുന്നുണ്ടല്ലോ. വെക്ക് നോക്ക് ഗൈസ്. ഇരിക്കണ നോക്ക്. എവിടെയെങ്കിലും ഒക്കെ അങ്ങ് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഇതാണ് അവസ്ഥ. ഈ പൊട്ടിന് വീട്ടിൽ ഇരിക്കാൻ പറഞ്ഞാൽ മനസ്സിലാവൂലേ എന്തോ. വിറയ്ക്കും നോക്ക്. പോണതും ഇല്ലല്ലോടാ. പോണില്ലേ അമ്മ? ഇല്ലടാ, പോകുന്നില്ല. വിറയിലോട് വിറയില്ലേട്ടാ. അതെങ്ങനെ? വഴിക്ക് പോകുന്നു നോക്ക് ഗേഷ്. അവന് വിരുന്നായിരുന്നു, അത് ഒന്ന് ഇളക്കിയാൽ മതി. ഗുണ്ടൂഷേ, നന്നായിട്ട് വരും. അതെന്തേ കളറായി പോയി. വിറയ്ക്കും നോക്ക്. അതിന്റെ തലേന്നൊന്നും ഞാൻ വെള്ളം ഒഴിച്ചില്ല. ഇത് കുറെ നേരം ജോലി ഉള്ളതുകൊണ്ട്. പാവം കേട്ടോ എൻ്റെ കൊച്ച്. എൻ്റെ തെറ്റാണ് എന്ന് നല്ല ബോധ്യമുണ്ട്. എന്റെ തെറ്റാ. പിന്നെ ഇവനെ ഗേറ്റേ തുറന്നു കൊടുത്തത്. വിശ്വസിച്ചൊന്നും തുറന്നു വിടരുത്. ഇവൻ വഞ്ചകനാണ്. വഞ്ചകൻ. അതിൻ്റെ എക്സ്പ്രഷൻ എനിക്കിഷ്ടമായി. അങ്ങനെ കൊണ്ട് കുളിച്ചു കഴിഞ്ഞു കഴിച്ച്, നല്ല വൃത്തിക്ക് കുളിച്ചു കഴിഞ്ഞു. ഇപ്പം ആ വിറയിലൊക്കെ അങ്ങ് മാറി. ഈയിടെ ഇപ്പം വീണ്ടും വന്നു ആ വിറയിൽ. കാറ്റല്ലേ അമ്മ, തണുപ്പായിരിക്കും. ഗുണ്ടുവിന് നല്ല ടെൻഷനുണ്ട് കേട്ടോ അത് കണ്ടപ്പം. നില്ലേ എടുത്തോളൂ അല്ലേ ഇരുന്ന. അതെ, എന്നാണ് ചോദിച്ചത്. അമ്മേടെ വണ്ടിയുടെ താക്കോല് വെളിയിലാണ് ഇരിക്കണേ.
സൂപ്പറായാകുണ്ടേ. ഓ ഒരുവിധം ഇനി 2-3 ദിവസം കുളിപ്പിച്ചാലേ ആയിട്ട് പോയല്ലേ. എന്റെ മോനെ എന്നെ അമ്മ വർത്താനം പറഞ്ഞോണ്ടിരിക്കാതെ എന്നെ ഒന്ന് തല തോത്തിക്കോയി, എനിക്ക് തണുക്കുവേ. എന്തൊക്കെ കുറ്റം ചെയ്താലും എനിക്കൊരു ഗുണ്ടാപ്പറ്റി ആയി പോയില്ലേ എന്റെ. കരുത്തി നൂരി തരാം, അല്ലെങ്കിൽ കുറച്ചു നേരം. തുടക്കണതാ സ്വന്തമായിട്ട്. പിന്നെ കുളിപ്പിച്ച് സുന്ദരനായി തേച്ചുമായിട്ട് അങ്ങനെ കിടക്കുക. തണുത്ത് വിറച്ച് കുറെ നേരം ഇരുന്നല്ലേ.